ഗായ്സ് എന്തല്ല ഇപ്പോൾ നമ്മൾ മൂകാംബിക പിന്നെ കുടജാതി ട്രക്കിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ ട്രക്കിങ് മാത്രമായിട്ട് ഈ ജീപ്പ് ട്രക്കിങ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലാണ്. തുടക്കത്തിൽ നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് മുകളിൽ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ അടുത്തു തന്നെയാണ് ജീപ്പ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ജീപ്പുകൾ, ഒരുപാട് മഹീന്ദ്രയുടെ തന്നെ ജീപ്പുകൾ നിരന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ അവിടുന്ന് എല്ലാവരും ഒരു ജീപ്പിൽ കയറാനായിട്ട് 8 ആളുകളാണ് വേണ്ടത്. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു. 1-2 ടീമിനെ വെയിറ്റ് ചെയ്തു, ആരും വന്നില്ല. അതേപോലെ മിക്സഡ് ആയിട്ടുള്ള ആളുകൾ വരണം. നമുക്ക് 8 ആളാണല്ലോ വേണ്ടത്. ടീമായിട്ട് വരികയാണെങ്കിൽ സെറ്റ് ആയിരുന്നു. അവസാനം വന്നു. കുറച്ചധികം സമയത്തിന് ശേഷം വന്നു ഒരു മുത്തശ്ശിയൊക്കെ. മുത്തശ്ശീനെ കുറിച്ചൊക്കെ പറയാമോ. പിന്നെ ഒരു ഫാമിലി നമ്മുടെ കൂടെ വന്നു. കറക്റ്റ് 8 ആളായി ഞങ്ങൾ യാത്ര തുടങ്ങി. തുടക്കത്തിൽ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ അത്തരത്തിലുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല. നല്ല നമ്മളെ കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളി റോഡ് തന്നെയായിരുന്നു. കുറച്ച് ഒരു 2-3 കിലോമീറ്ററിന് ശേഷം നമുക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങാം. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഷോപ്സൊക്കെ ഒരുപാട് ഷോപ്പുകളൊന്നും ഇല്ല, 1-2 ഷോപ്പുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ താഴെ തന്നെ വാങ്ങിയിട്ട് വേണം പോകാനായിട്ട്. വാട്ടർ ബോട്ടിലാണ് മെയിൻ ഇട്ടാൽ, കാരണം അവിടെ എത്തിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ടല്ലോ. ഈ സർവജ്ഞ പീഠത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കേണ്ടതുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ യാത്ര തുടങ്ങി. കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ചെക്കിംഗ് പോയിൻ്റ് വന്നു. ആ ചെക്കിംഗ് പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് യഥാർത്ഥ ഓഫ് റോഡിങ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു സിംഗിൾ വഴിയുള്ള ഒരുപാട് ജീപ്പുകൾ നിരന്തരം പോകുന്നുണ്ട്. പക്ഷേ ഇവരെ പരസ്പരം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മുഖാന്തരം നമുക്ക് മനസ്സിലാവും. ഒരു ജീപ്പ് ഓപ്പോസിറ്റ് വരുമ്പോൾ ഒരു ഹോൺ അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ റിവേഴ്സ് കൊടുത്തിട്ട് ആ മറ്റേ ജീപ്പിന് പോകാനുള്ളൊരു ഗ്യാപ്പ് ഏതെങ്കിലും ഒരു വളവിൽ, ഏതെങ്കിലും ഒരു ടേണിങ്ങിൽ അങ്ങനെ നിലവിലുണ്ട്. അങ്ങനെ നമ്മൾ പോവുക. ഇതൊരു റോഡ് പിന്നെ അവർക്ക് ഈ മലമുകളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, ഇത് ഇങ്ങനെ ഓഫ് റോഡായിട്ട് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ അത്ഭുതമാണ്. നമുക്ക് ക്യാമറ ഒന്നും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുലുക്കാണ്. ഈ വീഡിയോയിൽ എത്രമാത്രം നമുക്ക് എത്രത്തോളം എഫക്റ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ഫ്രണ്ടിലിരുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ആകെ മൊത്തം ജീപ്പാണ്ടോ റോഡ് മൊത്തം ഒരു ഫുള്ള് പാറക്കെട്ടൊക്കെ ഇങ്ങനെ പൊളിച്ചുണ്ടാക്കിയ റോഡാണ്. ജീപ്പിൻ്റെ പുറകിലുള്ള ആളുകളൊക്കെ നമ്മൾ ധനേഷൊക്കെ ബാക്കിലുണ്ട്. ഇരുന്ന് ആടി അതിന് ഇരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ വേറെയാണല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് നല്ല കുലുക്കമുണ്ടാകും പുറകിൽ. നമുക്ക് ഫ്രണ്ടിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും കുലുക്കമുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്നത് മാക്സിമം വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിന് തന്നെയാണ്. എന്നാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള അനുഭവമാണ്. കുറച്ച് ദൂരങ്ങൾക്ക് ശേഷം വീണ്ടും സാധാ പോലെയുള്ള റോഡ് വന്നു. അതിനിടയ്ക്ക് വീണ്ടും ഇതേപോലെ ഹാർഡായിട്ടുള്ള റോഡുകൾ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കാടിൻ്റെ സൈലൻസ് ആ ഒരു സൈലൻസ് അറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരുന്നു. ഇടയ്ക്ക് സൈലൻസിനെ ഡിസ്റ്റർബ് ആക്കാൻ ഇതേപോലെ മറ്റേ ഓപ്പോസിറ്റായിട്ടുള്ള ജീപ്പുകൾ വരും. പക്ഷെ അതും ഒരു രസമാണ്. അങ്ങനെ പാറക്കെട്ടുകളൊക്കെ കയറിയിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു പരന്ന സ്ഥലത്ത് അത് ഓഫ് റോഡ് തന്നെയാണ്. എങ്കിലും നമുക്ക് കോട ഇറങ്ങി വരുന്നതൊക്കെ ഇങ്ങനെ കാണാം. നല്ല ഫീല്, തണുപ്പ് വരുന്ന നല്ലൊരു ഫീലുള്ളൊരു സ്ഥലം കണ്ടോ. ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള നീലാകാശവും വലിയ വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത ഇതേപോലെ പരന്ന് കിടക്കുന്ന റോഡായിരുന്നു. അതിനുശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ജീപ്പുകൾ ഇതേപോലെ മറ്റുള്ള ടീംസിനെ കാത്തു നിൽക്കുന്നത് കാണാം. നമുക്ക് വേണ്ടി ഈ ടീം ഏകദേശം 1.5-2 മണിക്കൂർ വരെ കാത്തു നിൽക്കും കേട്ടോ. ആ സമയമുണ്ട് നമുക്ക് സർവജ്ഞ പീഠത്തിൻ്റെ അവിടെ പോയിട്ട് വരാനായിട്ട്. അഥവാ അവർ പറഞ്ഞ സമയത്തിനേക്കാളും കൂടുതലാണെങ്കിൽ വീണ്ടും നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ട് പേയ്മെൻറ്റ് നൽകേണ്ടി വരും. കോട ഉണ്ടോ? കോട ഇറങ്ങിയിട്ട്
ഒന്നൊന്നര ഫീൽ തന്നെയായിരുന്നു കേട്ടോ ഈ റോഡൊക്കെ. ഓഹ്, ഞാൻ നിങ്ങളോട് പറയുന്നു ഒരിക്കലെങ്കിലും ഈ ഒരു വഴി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അനുഭവിക്കുക, ഫീൽ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. കുറേ ആളുകൾ പോയിട്ടുണ്ടാവും, എങ്കിലും പോവാത്ത ആളുകൾ പോകണമെന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം. സർവജ്ഞ പീഠത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ള വ്ളോഗിൽ കാണാം.